ഉത്തർപ്രദേശ് അടക്കമുള്ള 5 സംസ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ സിപിഐഎം അടക്കമുള്ള ഇടതു പാർട്ടികൾ തനിച്ചു മത്സരിക്കുമെന്ന് സീതാറാം യെച്ചൂരി. രാഷ്ട്രീയ പാർട്ടികൾ സ്വത്ത് വിവരങ്ങൾ പരസ്യപ്പെടുത്തണമെന്ന മോദിയുടെ നിർദ്ദേശത്തെ സ്വാഗതം ചെയ്യുന്നതായും യെച്ചൂരി പറഞ്ഞു. മോദി നടത്തുന്ന റാലികളുടെ ചിലവ് പരസ്യപ്പെടുത്താൻ മോദിക്ക് ധൈര്യമുണ്ടോ എന്നും യെച്ചൂരി വെല്ലുവിളിച്ചു. സിപിഐഎം കേന്ദ്ര കമ്മിറ്റി തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് യെച്ചൂരി പ്രതികരിച്ചത്. നിർണായകമായ ഏറെ രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുത്താണ് സിപിഐഎമ്മിന്റെ 4 ദിവസം നീണ്ടുനിന്ന നേതൃയോഗം അവസാനിച്ചത്. വരാൻ പോകുന്ന 5 സംസ്ഥാനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ സിപിഎമ്മും ഇടതു പാർട്ടികളും തനിച്ചു തന്നെ മത്സരിക്കും. And we have discussed also the tactics that we'll adopt in the 5 states where the elections are due. And in all these 5 states, we have decided that the left front, would independently contest these elections with projecting our point of view, our alternative policies. And UP elections, as you know, are very crucial for the future of our country. So therefore, all our focus of attention would be to defeat the communal forces and the communal combination. നോട്ട് നിരോധിച്ചതിനു ശേഷം കള്ളപ്പണം തിരികെ എത്തിയില്ല എന്ന് മാത്രമല്ല, ഉദ്ദേശിച്ച ഒരു ലക്ഷ്യവും നടപ്പിലായില്ലെന്ന് യെച്ചൂരി പറഞ്ഞു. രാഷ്ട്രീയ പാർട്ടികളുടെ സ്വത്തുവിവരങ്ങൾ പരസ്യപ്പെടുത്താൻ ആവശ്യപ്പെട്ട പ്രധാനമന്ത്രിയുടെ നിർദ്ദേശത്തെ യെച്ചൂരി സ്വാഗതം ചെയ്തു. ലക്നൌവിലടക്കം മോദി നടത്തിയ റാലികളുടെ ചിലവ് പരസ്യപ്പെടുത്താൻ തയ്യാറുണ്ടോ എന്ന് മോദിയെ യെച്ചൂരി വെല്ലുവിളിച്ചു. But apart from that, the Prime Minister should be asked, what is the cost of the recent Lucknow rally that you held last week? How much was spent? Where did you get this money from? If the Prime Minister wants the whole country to be transparent, then let him begin it himself. Let him tell the country how his 2014 campaign was financed, who financed it. If he wants this morality, will Prime Minister accept our suggestion to ban corporate donations to political parties? Will the Prime Minister agree that parties' expenditures must be brought under the ceiling for candidates by the Election Commission? If you want to fight political corruption, then you take these 2 elementary steps. No, what is happening is just mere rhetoric and propaganda, but no concrete measures. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ തീരുമാനത്തിനെതിരെ രാജ്യവ്യാപകമായ പ്രക്ഷോഭത്തിന് ആഹ്വാനം ചെയ്താണ് സിപിഎമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി യോഗം അവസാനിച്ചത്. എസ് ജീവൻകുമാർ, തിരുവനന്തപുരം. അച്ചടക്ക ലംഘനത്തെ തുടർന്ന് മുതിർന്ന നേതാവ് VS അച്യുതാനന്ദനെ താക്കീത് ചെയ്യാൻ സിപിഐഎം കേന്ദ്ര കമ്മിറ്റി തീരുമാനിച്ചു. VS അച്ചടക്ക ലംഘനങ്ങൾ നടത്തിയെന്ന PB കമ്മീഷൻ റിപ്പോർട്ട് അംഗീകരിച്ചാണ് നടപടി. VS സംസ്ഥാന സമിതിയിൽ ക്ഷണിതാവായി തുടരും. സംസ്ഥാനത്തെ സംഘടനാ പ്രശ്നങ്ങൾ പരിശോധിച്ച PB കമ്മീഷൻ റിപ്പോർട്ട് കേന്ദ്ര കമ്മിറ്റി അംഗീകരിച്ചു. റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ച അച്ചടക്ക ലംഘനങ്ങളുടെ പേരിൽ VS അച്യുതാനന്ദനെ കേന്ദ്ര കമ്മിറ്റി താക്കീത് ചെയ്തു. സംഘടനാ തത്വങ്ങളും പാർട്ടി അച്ചടക്കവും പാലിക്കണമെന്നും VSന് നിർദ്ദേശം നൽകി. The PB Commission on Kerala, their report was placed before the Central Committee. The Central Committee adopted thus the report, and on that basis, it warned the Comrade VS Achyutanandan to abide by party norms and party discipline. തീരുമാനം VSനെ അറിയിച്ചതായി സീതാറാം യെച്ചൂരി വ്യക്തമാക്കി. VSന്റെ പാർട്ടി ഘടകം ഏതെന്ന ചോദ്യത്തിന് മറുപടി ഇങ്ങനെ: Henceforth, we told him when he asked us, what is my party forum? So we said, your party forum is the state committee. You can articulate your views there, you can say what you want to say there. But state committee is the place where you should say, not outside. It's an inviting, but inviting can speak, except for voting. Inviting can do everything. മുതിർന്ന നേതാവായ VSന്റെ അനുഭവ സമ്പത്ത് തുടർന്നും പാർട്ടിക്ക് മുതൽക്കൂട്ടാവുമെന്നും സീതാറാം യെച്ചൂരി വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കേന്ദ്ര കമ്മിറ്റിയിലെ ചർച്ചകളിൽ പൂർണ്ണ തൃപ്തിയെന്ന് VS അച്യുതാനന്ദൻ. തീരുമാനങ്ങളെല്ലാം ന്യായമെന്നും VS പ്രതികരിച്ചു. നിങ്ങൾക്ക് തരും ഓഫീഷ്യലായിട്ട്. പാർട്ടി എന്തെങ്കിലും അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടോ? എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. തൃപ്തനാണോ ചർച്ചകളിൽ? തൃപ്തികരമായ കാര്യങ്ങളൊക്കെയാണ് നടന്നിരിക്കുന്നത്. സ്റ്റേറ്റ് കമ്മിറ്റി, സെൻട്രൽ കമ്മിറ്റിയിൽ എല്ലാ ന്യായമായ തീരുമാനങ്ങളാണ് എടുത്തിരിക്കുന്നത്. ബന്ധു നിയമന വിവാദത്തിൽപ്പെട്ട EP ജയരാജനും PK ശ്രീമതിക്കുമെതിരായ ആരോപണം അടുത്ത കേന്ദ്ര കമ്മിറ്റി പരിഗണിക്കും. ഇക്കാര്യം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ സംസ്ഥാന സമിതിക്ക് നിർദ്ദേശം നൽകി. MM മണിക്കെതിരായ ആരോപണം കോടതിയുടെ പരിഗണനയിലിരിക്കുന്നതിനാൽ മുൻവിധിയോടെ അഭിപ്രായം പറയാനില്ലെന്നും യെച്ചൂരി പറഞ്ഞു. Yes, the matter was taken up in the CC. The party is very clear
The Central Committee was told very clearly that trends like nepotism or favoritism, these are trends that are alien to the communist philosophy and to a communist party. The question of Comrade P. Jayarajan and Srimati came, but the FIR being filed and a court case being imminent now, in that background, we have said this is not the time to proceed on this, because whatever we do will prejudice the judicial process. So we have asked, the Central Committee has asked the Kerala State Committee to inquire about this entire matter and give us a report for consideration on this matter at the next Central Committee meeting. എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി ജിഷ്ണു ആത്മഹത്യ ചെയ്ത തൃശൂർ നെഹ്റു കോളേജിൽ ഇടിമുറിയുണ്ടെന്ന് വിദ്യാർത്ഥിയുടെ വെളിപ്പെടുത്തൽ. മുൻമന്ത്രി കെ.പി. വിശ്വനാഥന്റെ മകനും കോളേജ് PROയുമായ സഞ്ജിത് വിശ്വനാഥന്റെ ഓഫീസിലാണ് വിദ്യാർത്ഥികളെ മർദ്ദിച്ചിരുന്നത്. പരീക്ഷാ ഹാളിലെ അവഹേളനവും ഭീഷണിയുമാണ് വിഷ്ണുവിന്റെ ആത്മഹത്യയ്ക്ക് കാരണമെന്നും സീനിയർ വിദ്യാർത്ഥി പീപ്പിൾ ടിവിയോട് പറഞ്ഞു. ജിഷ്ണുവിന്റെ ആത്മഹത്യയ്ക്ക് പിന്നിൽ ദുരൂഹതയുണ്ടെന്ന ബന്ധുക്കളുടെ പരാതിക്ക് പിന്നാലെയാണ് പാമ്പാടി നെഹ്റു എഞ്ചിനീയറിംഗ് കോളേജിൽ ഇടിമുറി പ്രവർത്തിക്കുന്നതായി സീനിയർ വിദ്യാർത്ഥി വെളിപ്പെടുത്തിയത്. മുൻമന്ത്രി കെ.പി. വിശ്വനാഥന്റെ മകനും കോളേജ് PROയുമായ സഞ്ജിത്ത് വിശ്വനാഥന്റെ ഒഫീഷ്യൽ ക്യാബിനിലാണ് വിദ്യാർത്ഥികളെ പീഡനത്തിന് ഇരയാക്കുന്നത്. ഇടിമുറി എന്ന് പറയുന്ന സംഭവമുണ്ട് ഞങ്ങളുടെ കോളേജിൽ. അവിടെ കയറ്റി കഴിഞ്ഞാൽ PRO, അതായത് മുൻമന്ത്രി വിശ്വനാഥന്റെ മോൻ സഞ്ജിത്ത് വിശ്വനാഥന്റെ റൂമിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇടിമുറി എന്നാണ് ഞങ്ങൾ വിളിക്കുക. അതിൽ കയറി കഴിഞ്ഞാൽ ഇടി കിട്ടിയിരിക്കും. അത് എന്ത് കേസായാലും ശരി, അതിൽ ഇടി കിട്ടിയിരിക്കും. ഇതിനെതിരെ പ്രതികരിച്ചാൽ ഇന്റേണൽ മാർക്കും അറ്റൻഡൻസും കുറച്ച ഇയർ ഔട്ട് ആക്കുമെന്നാണ് ഭീഷണി. അതുകൊണ്ട് തന്നെ പീഡന വിവരം വീട്ടുകാരോട് പോലും വിദ്യാർത്ഥികൾ തുറന്നു പറയാറില്ല. അത്രയ്ക്ക് നമുക്ക് പേടിയാണ്. ഇപ്പൊ പ്രതികരിക്കാൻ ഒരാൾ പൊന്തി വന്നു കഴിഞ്ഞാൽ അവരെ എങ്ങനെ എന്ത് നോക്കിയാലും എന്ത് ചെയ്തിട്ടായാലും അവരെ അടിച്ചമർത്തുക. അതാണ് നെഹ്റു കോളേജിന്റെ ഒരു രീതി. പരീക്ഷാ ഹാളിലെ അവഹേളനത്തിന് ശേഷം വൈസ് പ്രിൻസിപ്പാളും അധ്യാപകൻ പ്രവീണും PRO സഞ്ജിത്ത് വിശ്വനാഥനും ചേർന്ന് നടത്തിയ ഭീഷണിയാണ് ജിഷ്ണുവിന്റെ ആത്മഹത്യയ്ക്ക് കാരണമെന്നും വിദ്യാർത്ഥി ആരോപിച്ചു. കടിച്ചു പെറുക്കി ജീവിക്കുന്ന ഒരുപാട് പേര് എന്റെ സുഹൃത്തുക്കളെ എനിക്കറിയാം. പക്ഷെ ഇവനെന്തോ അത് സഹിക്കാൻ പറ്റിയില്ല. പിന്നെ അവനൊന്നും ആലോചിച്ചില്ല. അറിയില്ല നമുക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. അവൻ എന്തൊക്കെയാ അവന്റെ മനസ്സിലൂടെ പോയതെന്ന് നമുക്കറിയില്ല. സംഭവത്തിൽ അധ്യാപകനും ജീവനക്കാർക്കുമെതിരെ നടപടി ആവശ്യപ്പെട്ട SFI പ്രവർത്തകർ നാളെ മാർച്ച് നടത്തും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് തട്ടിപ്പ് കേസിൽ CBI ആദ്യ കുറ്റപത്രം സമർപ്പിച്ചു. പ്രൊട്ടക്ടർ ഓഫ് എമിഗ്രേറ്റ്സ് അഡോൾഫസ് ലോറൻസ് ആണ് ഒന്നാം പ്രതി. പാൻ ഏഷ്യ ടൂർസ് ആൻഡ് ട്രാവൽസ് MD MK സലീം, ട്രസ്റ്റ് ഇന്റർനാഷണൽ ഉടമ സാജൻ എന്നിവരാണ് മറ്റു പ്രതികൾ. കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയത്തിലേക്ക് നഴ്സിംഗ് റിക്രൂട്ട്മെന്റിന് അനുമതി ലഭിച്ച പാൻ ഏഷ്യ ടൂർസ് ആൻഡ് ട്രാവൽസ്, ട്രസ്റ്റ് ഇന്റർനാഷണൽ എന്നീ ഏജൻസികൾ കൊച്ചിയിൽ അഭിമുഖം നടത്തിയ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് ഭീമമായ തുക തട്ടിയെടുത്തുവെന്നാണ് കേസ്. 19,500 രൂപ വാങ്ങാൻ അനുമതിയുള്ളിടത്ത് 19.5 ലക്ഷം രൂപ വരെ ഏജൻസികൾ ഈടാക്കിയതായി CBI കണ്ടെത്തി. ഇത്തരത്തിൽ നിരവധി പേരിൽ നിന്നായി റിക്രൂട്ടിംഗ് ഏജൻസികൾ കോടികൾ തട്ടിയതായി അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു. ഏജൻസികളെ നിരീക്ഷിക്കേണ്ട ഉദ്യോഗസ്ഥനായ പ്രൊട്ടക്ടർ ഓഫ് എമിഗ്രൻസ് അഡോൾഫസ് ലോറൻസ് തട്ടിപ്പിന് കൂട്ടുനിന്നതായും CBI കണ്ടെത്തി. തട്ടിപ്പിന് ഒത്താശ ചെയ്തതിന് പ്രതിഫലമായി അഡോൾഫസ് വൻ തുക കൈപ്പറ്റിയെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. പ്രൊട്ടക്ടർ ഓഫ് എമിഗ്രൻസ് അഡോൾഫസ് ആണ് നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് തട്ടിപ്പ് കേസിൽ CBI സമർപ്പിച്ച ആദ്യ കുറ്റപത്രത്തിലെ ഒന്നാം പ്രതി. പാൻ ഏഷ്യ ടൂർസ് ആൻഡ് ട്രാവൽസ് ഉടമ MK സലീമിനെ രണ്ടാം പ്രതിയായും ട്രസ്റ്റ് ഇന്റർനാഷണൽ ഉടമ സാജനെ മൂന്നാം പ്രതിയായും കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എമിഗ്രേഷൻ നിയമപ്രകാരമുള്ള കുറ്റങ്ങളും കുറ്റകരമായ ഗൂഢാലോചനയുമാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളിലേക്ക് നഴ്സിംഗ് റിക്രൂട്ട്മെന്റിന് അധിക തുക വാങ്ങി നിയമനം നടത്താൻ സ്വകാര്യ കമ്പനികളെ സഹായിച്ചുവെന്നാണ് CBI കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറയുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. വാർത്തകളിലേക്ക്. 5 സംസ്ഥാനങ്ങളിലേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ ബജറ്റ് അവതരണം മാറ്റിവെക്കണമെന്ന പ്രതിപക്ഷ ആവശ്യം കേന്ദ്ര സർക്കാർ തള്ളി. മുൻ നിശ്ചയിച്ച പ്രകാരം ജനുവരി 31-ന് സഭാ സമ്മേളനം വിളിച്ചു ചേർത്തുകൊണ്ടുള്ള രാഷ്ട്രപതിയുടെ വിജ്ഞാപനം ഇറങ്ങി. അതേസമയം പ്രതിപക്ഷ ആവശ്യത്തിൽ അഭിപ്രായം ആരാഞ്ഞുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നോട്ടീസിന് നാളെ കേന്ദ്ര സർക്കാർ മറുപടി നൽകും. ഉത്തർപ്രദേശ് ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങളിലേക്ക് നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ ഫെബ്രുവരി 1-ന് നിശ്ചയിച്ച കേന്ദ്ര ബജറ്റ് അവതരണം മാറ്റിവെക്കണമെന്നാണ് പ്രതിപക്ഷ പാർട്ടികളുടെ ആവശ്യം. പഞ്ചാബ്, ഗോവ സംസ്ഥാനങ്ങളിൽ ഫെബ്രുവരി 4-ന് തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ 3 ദിവസം മുൻപ് ബജറ്റ് പ്രഖ്യാപനങ്ങൾ വരുന്നത് വോട്ടർമാരെ സ്വാധീനിക്കാൻ ഇടയാക്കുമെന്നാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ പ്രതിപക്ഷ ആവശ്യം തള്ളിക്കൊണ്ടാണ് ജനുവരി 31-ന് തന്നെ സമ്മേളനം വിളിച്ചു ചേർത്തുകൊണ്ടുള്ള രാഷ്ട്രപതിയുടെ വിജ്ഞാപനം പുറത്തിറങ്ങിയത്. ജനുവരി 31 മുതൽ ഏപ്രിൽ 12 വരെയാണ് ബജറ്റ് സമ്മേളനം. ജനുവരി 31-ന് രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ 16-ാം ലോക്സഭയുടെ 11-ാം സമ്മേളനം ആരംഭിക്കും. ഫെബ്രുവരി 1-ന് കേന്ദ്ര ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി പൊതുബജറ്റ് അവതരിപ്പിക്കും.
ഏപ്രിൽ 1 മുതൽ നടപ്പിലാക്കേണ്ട പല പദ്ധതികളും ഉള്ളതിനാൽ ബജറ്റ് നീട്ടിവെക്കാനാകില്ലെന്ന് അരുൺ ജെയ്റ്റ്ലി നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. അതേസമയം ബജറ്റ് മാറ്റിവെക്കണമെന്ന പ്രതിപക്ഷ ആവശ്യത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര സർക്കാരിന് നോട്ടീസ് അയച്ചിട്ടുണ്ട്. എന്നാൽ ഭരണപരമായ കാര്യമായതിനാൽ സർക്കാർ തീരുമാനത്തിന് വഴങ്ങുക മാത്രമേ കമ്മീഷന് മുന്നിൽ മാർഗമുള്ളൂ. ന്യൂസ് ബ്യൂറോ, ദില്ലി. 5 സംസ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിലും മോദി പിടിമുറുക്കുന്നു. സീറ്റ് തരപ്പെടുത്താൻ നേതാക്കൾ തമ്മിൽ മത്സരം വേണ്ടെന്ന് മോദി മുന്നറിയിപ്പ് നൽകി. നിലവിൽ ഭരണത്തിന്റെയും പാർട്ടിയുടെയും കടിഞ്ഞാൺ കയ്യിൽ സൂക്ഷിക്കുന്ന നരേന്ദ്രമോദി നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്നുവരാനുള്ള തർക്കങ്ങൾ മുളയിലെ നുള്ളുകയാണ്. സ്ഥാനാർത്ഥിത്വത്തിന് അവകാശവാദം ഉന്നയിച്ച് ആരും വരേണ്ടതില്ലെന്നാണ് മോഡി നേതാക്കൾക്ക് മുന്നറിയിപ്പ് നൽകിയത്. ചിലർ സ്വന്തമായും മറ്റു ചിലർ ബന്ധുക്കൾക്ക് വേണ്ടിയും ടിക്കറ്റിനായി ചരടുവലി ആരംഭിച്ചിട്ടുണ്ട്. ഇത്തരം നീക്കങ്ങൾ അനുവദിക്കില്ല. യോഗ്യരെന്ന് തോന്നുന്നവരോട് പാർട്ടി മത്സരിക്കാൻ അങ്ങോട്ട് ആവശ്യപ്പെടുമെന്നും മോഡി നിർവാഹക സമിതി യോഗത്തിൽ പറഞ്ഞു. പാർട്ടി ദേശീയ നേതൃത്വത്തിലും സംസ്ഥാന നേതൃത്വത്തിലുമുള്ളവർ സ്ഥാനാർത്ഥി നിർണയ കാര്യത്തിൽ ശുപാർശയുമായി വരേണ്ടതില്ല എന്നാണ് മോഡി നൽകിയ സന്ദേശം. അതേസമയം ഉത്തർപ്രദേശിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് തിരഞ്ഞെടുപ്പിനെ നേരിടണമോ എന്ന കാര്യത്തിൽ നിർവാഹക സമിതി യോഗം തീരുമാനമെടുത്തില്ല. മോഡിയെ ഉയർത്തിക്കാട്ടി യുപിയിൽ ജനവിധി തേടാമെന്ന് നേരത്തെ ഏകദേശ ധാരണ രൂപപ്പെട്ടിരുന്നു. എന്നാൽ നോട്ട് നിരോധനം തിരിച്ചടിയാകുമോ എന്ന കാര്യത്തിൽ ആശയക്കുഴപ്പം നിലനിൽക്കുന്നതിനാൽ അന്തിമ തീരുമാനമായിട്ടില്ല. ന്യൂസ് ബ്യൂറോ, ദില്ലി. നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ പ്രഖ്യാപിച്ചിട്ടും വിദേശത്ത് അവധി ദിനം ആഘോഷിക്കുന്ന രാഹുൽ ഗാന്ധിക്കെതിരെ കോൺഗ്രസിനുള്ളിൽ വിമർശനമുയരുന്നു. ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന പഞ്ചാബിലും ഗോവയിലെയും സ്ഥാനാർത്ഥി നിർണയം വൈകുന്നതായും നേതാക്കൾ. അതേസമയം ബിജെപിയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക 14-ന് ശേഷം പ്രഖ്യാപിക്കും. അടുത്ത മാസം 4-നാണ് പഞ്ചാബിലെയും ഗോവയിലെയും വോട്ടെടുപ്പ്. പ്രചാരണത്തിന് പാർട്ടികൾക്ക് ലഭിക്കുന്നത് 20 ദിവസത്തിനടുത്ത് മാത്രം. പക്ഷേ സ്ഥാനാർത്ഥി ലിസ്റ്റ് പുറത്തിറക്കുന്നതിൽ കോൺഗ്രസിലും ബിജെപിയിലും പതിവ് പോലെ ആശയക്കുഴപ്പം ആരംഭിച്ചിരിക്കുന്നു. പാർട്ടി ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ വിദേശയാത്ര കോൺഗ്രസിനെ കുഴപ്പിക്കുന്നു. പാർട്ടി പഞ്ചാബ് സംസ്ഥാന അധ്യക്ഷൻ ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് പ്രാഥമിക സ്ഥാനാർത്ഥി ലിസ്റ്റുമായി ഇന്നലെ ദില്ലിയിലെത്തി. ഹൈക്കമാൻഡ് നേതാക്കളുമായി കൂടിക്കാഴ്ചയ്ക്ക് ശ്രമം നടത്തുന്നു. ലിസ്റ്റിന് അന്തിമ അംഗീകാരം നൽകേണ്ട രാഹുൽ ഗാന്ധി മാത്രം ദില്ലിയിലില്ലാത്തത് കാര്യങ്ങൾ വൈകിപ്പിക്കുന്നു. തീയതി പ്രഖ്യാപിച്ചതിനെ തുടർന്ന് വേഗത്തിൽ ആരംഭിക്കേണ്ട തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ മനസ്സിലാക്കി രാഹുൽ ഗാന്ധി വിദേശയാത്ര വെട്ടിക്കുറച്ച് നേരത്തെ എത്തുമെന്ന് കേന്ദ്ര നേതാക്കൾ പ്രതീക്ഷിച്ചു. പക്ഷേ അതുണ്ടായില്ല. 9-ാം തീയതി രാഹുൽ മടങ്ങിയെത്തുമെന്നാണ് ഹൈക്കമാൻഡ് നേതാക്കളുടെ ഇപ്പോഴത്തെ പ്രതീക്ഷ. ബിജെപിയിലും ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയിലെ ആശയക്കുഴപ്പം തുടരുന്നു. 5 സംസ്ഥാനങ്ങളിലും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കേണ്ടതില്ലെന്നാണ് പ്രാഥമിക ധാരണ. വ്യക്തികളെ മാത്രം ഉയർത്തിക്കാട്ടുന്നത് ജാതി മത സമവാക്യങ്ങളെ ബാധിക്കും. ഉത്തരേന്ത്യയിൽ മകരസംക്രാന്തി ആഘോഷം 14-ാം തീയതിയാണ്. അന്നേ ദിവസം വരെ നല്ല കാര്യങ്ങൾ തുടങ്ങാൻ നല്ലതല്ലെന്നാണ് വിശ്വാസം. അതിനാൽ 14-ന് ശേഷം മാത്രമേ പഞ്ചാബിലെയും ഗോവയിലെയും സ്ഥാനാർത്ഥി ലിസ്റ്റ് പ്രഖ്യാപിക്കുകയുള്ളൂ. ഇത് പ്രചാരണ പ്രവർത്തനങ്ങളെ ബാധിക്കുമെന്ന ആശങ്ക സ്ഥാനാർത്ഥി മോഹികൾക്കുമുണ്ട്. ന്യൂസ് ബ്യൂറോ, ദില്ലി. വാർത്തകളിലേക്ക്. സമാജ് പാർട്ടിയിൽ സൈക്കിൾ ചിഹ്നത്തിനായുള്ള അവകാശ തർക്കം തുടരുന്നു. മുലായം സിംഗ് യാദവ് രേഖകളുമായി നാളെ വീണ്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണും. ഇന്നലെ അഖിലേഷ് യാദവ് ക്യാമ്പിനു വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ട രാംഗോപാൽ യാദവ് 1.5 ലക്ഷം പേജുകളുള്ള രേഖകൾ കൈമാറി. അതേസമയം അഖിലേഷ് യാദവ് സഖ്യ ചർച്ചകൾക്കായി നാളെ കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയേക്കും. അഖിലേഷ് യാദവ് ക്യാമ്പിന് വേണ്ടി തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ട രാംഗോപാൽ യാദവ് സൈക്കിൾ ചിഹ്നത്തിന് അവകാശമുണ്ടെന്ന് തെളിയിക്കുന്ന രേഖകളാണ് കൈമാറിയത്. അഖിലേഷിന് പിന്തുണയറിയിച്ചുകൊണ്ട് MLA-മാരും MP-മാരും പാർട്ടി ഭാരവാഹികളും ഒപ്പുവെച്ച സത്യവാങ്മൂലമാണ് കമ്മീഷന് നൽകിയത്. 229 MLA-മാരിൽ 200-ലധികം പേരും 24 MP-മാരിൽ 15 പേരും അഖിലേഷിന് ഒപ്പമാണെന്ന് കാട്ടി സത്യവാങ്മൂലത്തിൽ ഒപ്പുവെച്ചിട്ടുണ്ടെന്ന് രാംഗോപാൽ യാദവ് അവകാശപ്പെട്ടു. 5000 പാർട്ടി ഭാരവാഹികളിൽ 4600 പേരുടെയും പിന്തുണ അഖിലേഷിനുണ്ട്. മുലായം സിംഗ് യാദവും രേഖകളുമായി നാളെ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണും. ദില്ലിയിലേക്ക് പുറപ്പെടുന്നതിന് മുൻപ് മുലായവും ശിവപാൽ യാദവും ലക്നൌവിലെ പാർട്ടി ആസ്ഥാനത്ത് ചർച്ച നടത്തി. അതേസമയം അഖിലേഷ് യാദവ് ക്യാമ്പ് കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കാനുള്ള നീക്കങ്ങളും തുടരുകയാണ്. ന്യൂനപക്ഷ വോട്ടുകളുടെ കേന്ദ്രീകരണമാണ് സഖ്യം വഴി അഖിലേഷ് ലക്ഷ്യമിടുന്നത്. സഖ്യ ചർച്ചകൾക്കായി നാളെ അഖിലേഷ് യാദവ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും സൂചനയുണ്ട്. M. സന്തോഷ്, ന്യൂസ് ബ്യൂറോ, ദില്ലി. ബന്ധു നിയമന കേസിൽ വ്യവസായ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി പോൾ ആന്റണിയെ വിജിലൻസ് പ്രതി ചേർത്തതിൽ പ്രതിഷേധം അറിയിക്കാൻ IAS അസോസിയേഷൻ നാളെ മുഖ്യമന്ത്രിയെ കാണും. നാളെ രാവിലെ 9 മണിക്കാണ് കൂടിക്കാഴ്ച. പ്രതിഷേധ സൂചകമായി 25 IASകാർ നാളെ അവധിക്ക് അപേക്ഷ നൽകി. അസോസിയേഷന്റെ തീരുമാനപ്രകാരമാണ് നടപടി. സംസ്ഥാന വിജിലൻസ് ഡയറക്ടറുടെ അധികാര ദുർവിനിയോഗത്തിൽ IASകാരുടെ മനോവീര്യം തകർക്കുന്നതിലും
വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി പോൾ ആന്റണിയെ പ്രതി ചേർത്ത് വിജിലൻസ് എഫ്ഐആർ കോടതിയിൽ സമർപ്പിച്ച നടപടിയിലും പ്രതിഷേധിച്ചാണ് സംസ്ഥാനത്ത് IAS-കാർ കൂട്ട അവധിയെടുക്കുന്നത്. അഡീഷണൽ ചീഫ് സെക്രട്ടറിമാർ ഉൾപ്പെടെ 25-ലധികം IAS ഉദ്യോഗസ്ഥരാണ് ചീഫ് സെക്രട്ടറിക്ക് കാഷ്വൽ ലീവിന്റെ അപേക്ഷ നൽകിയത്. ഇതിനു പുറമെ 6 ജില്ലകളിലെ കളക്ടർമാരും അവധിക്ക് അപേക്ഷ നൽകിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ചേർന്ന IAS അസോസിയേഷന്റെ യോഗത്തിൽ വിജിലൻസ് ഡയറക്ടറുടെ നടപടിയെ രൂക്ഷമായി വിമർശിച്ചിരുന്നു. വിജിലൻസ് അന്വേഷണ നടപടികളിൽ ജോലി ചെയ്യുന്നതിനുള്ള അസംതൃപ്തി, ദുഃഖം, അമർഷം എന്നിവയൊക്കെ ചൂണ്ടിക്കാട്ടി IAS അസോസിയേഷൻ പ്രമേയവും പാസാക്കിയിട്ടുണ്ട്. തങ്ങളുടെ പ്രശ്നങ്ങൾ മുഖ്യമന്ത്രിയെ ധരിപ്പിക്കാൻ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്താനും IAS അസോസിയേഷൻ ഭാരവാഹികൾ തീരുമാനിച്ചിരിക്കുകയാണ്. സംസ്ഥാനത്ത് ഇതാദ്യമായാണ് IAS ഉദ്യോഗസ്ഥർ കൂട്ട അവധിയിലേക്ക് പോകുന്നത്. എന്നാൽ തങ്ങൾ അവധിയിലാണെങ്കിലും നേരത്തെ പറഞ്ഞിട്ടുള്ള യോഗങ്ങളിൽ പങ്കെടുക്കുമെന്ന് അവധി നൽകിയിട്ടുള്ള IAS ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. അതേസമയം സംസ്ഥാനത്ത് ഭരണപ്രതിസന്ധി ഉണ്ടാക്കാനുള്ള നീക്കമാണ് ഒരു വിഭാഗം IAS ഉദ്യോഗസ്ഥർ ഇപ്പോൾ കാണിക്കുന്നതെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. IAS-കാർ സംഘടിതമായി കൂട്ടാവധിയെടുക്കുന്നത് നിയമവ്യവസ്ഥിതിയോടുള്ള വെല്ലുവിളിയാണെന്ന് ചെറിയാൻ ഫിലിപ്പ്. ഭരണകൂടത്തെ ഭീഷണിപ്പെടുത്താൻ ഇവർക്ക് അവകാശമോ അധികാരമോ ഇല്ല. മസൂറിയിൽ കുതിരക്കയറ്റത്തിൽ പരിശീലനം നടത്തിയത് ഭരണാധികാരികളുടെ മേൽ കുതിര കയറാനല്ലെന്നും ചെറിയാൻ ഫിലിപ്പിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. വാർത്തകളിലേക്ക്. ഭീമ ജ്വല്ലേഴ്സ് കെട്ടിട നിർമ്മാണ മേഖലയിലേക്ക്. അർബൻ സ്കേപ്പ് പ്രോപ്പർട്ടീസ് എന്ന സംരംഭത്തിലൂടെയാണ് ഭീമ കേരളത്തിലുടനീളം അപ്പാർട്ട്മെന്റുകൾ, വില്ലകൾ, കൊമേഴ്ഷ്യൽ കോംപ്ലക്സുകൾ തുടങ്ങിയവ നിർമ്മിക്കുക. അർബൻ സ്കേപ്പിന്റെ ആദ്യ പ്രൊജക്ട് തിരുവനന്തപുരത്ത് ഉടൻ ആരംഭിക്കുമെന്നും പിന്നീട് രാജ്യത്തിന്റെ മറ്റിടങ്ങളിലേക്ക് നിർമ്മാണ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുമെന്നും ഭീമ ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ ബി ഗോവിന്ദൻ പറഞ്ഞു. തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അർബൻ സ്കേപ്പ് പ്രോപ്പർട്ടീസ് മാനേജിംഗ് ഡയറക്ടർ സുഹാസ് MS, ഡയറക്ടർ ഗായത്രി സുഹാസ് തുടങ്ങിയവരും പങ്കെടുത്തു. CPIM ഇടുക്കി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PA രാജുവിന്റെ മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജിന് കൈമാറി. മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠനാവശ്യത്തിന് മൃതദേഹം കൈമാറണമെന്ന അദ്ദേഹത്തിന്റെ ആഗ്രഹം അനുസരിച്ചാണിത്. കോളേജ് ക്യാമ്പസിൽ പൊതുദർശനത്തിന് വെച്ച ശേഷമാണ് CPIM നേതാക്കളുടെയും ജനപ്രതിനിധികളുടെയും സാന്നിധ്യത്തിൽ മൃതദേഹം കൈമാറിയത്.